ദൈവത്തെ ആരാധിക്കുവാൻ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്ന ഈ സമയം നമ്മൾ ഇന്ന് വായിച്ച 84-ാമത്തെ സങ്കീർത്തനമാണ്. അല്പനിമിഷങ്ങൾ ദൈവസന്നിധിയിലെ നമുക്കുള്ള ആത്മീക ചിന്തകൾ, ഈ സങ്കീർത്തന ഭാഗത്തു നിന്നുള്ള ആത്മീക ചിന്തകൾ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 84-ാമത്തെ സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനങ്ങളെ പ്രസംഗങ്ങളുടെ പ്രഭുവായ സ്പർജൻ പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ മുത്ത് എന്നാണ് ഈ 84-ാമത്തെ സങ്കീർത്തനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്ന ഇതിൻ്റെ ഹെഡിങ്ങിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരാണ് കോരഹ് പുത്രന്മാർ? നമ്മൾ നിശ്ചയമായിട്ടും പറയും കോരഹ് പുത്രന്മാർ കോരഹിൻ്റെ മക്കളാണ് കോരഹ് പുത്രന്മാരെന്ന് നമ്മൾ പറയും. പക്ഷേ അവരുടെ പേരുകൾ പലപ്പോഴും നമുക്ക് നിശ്ചയമില്ല. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: കോരഹിൻ്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാഫ്, ഇവരാണ് കോരഹിൻ്റെ പുത്രന്മാരെന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മോശയ്ക്കും അഹരോനും എതിരായി മരുഭൂമിയിൽ മത്സരിച്ചവരിൽ നേതാവായിരുന്നു കോരഹ് എന്ന് പറയുന്ന ആള്. അത് നമ്മുടെ തിരുവചനത്തിനകത്ത്, സംഖ്യാപുസ്തകത്തിനകത്ത് ആ ഭാഗം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മോശയ്ക്കും അഹരോനും എതിരായി മത്സരിച്ച ഒരു നേതാവായിരുന്നു കോരഹ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കോരഹ്, ദാദാൻ, അബീരാം, മോൻ എന്നീ പ്രിയപ്പെട്ടവര് മോശയ്ക്കെതിരായി അവിടെ മത്സരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നിമിത്തം ദൈവത്തിൻ്റെ ശിക്ഷാവിധി എന്ന നിലയിൽ ഭൂമി വായ് പിളർന്ന് ഈ പ്രിയപ്പെട്ടവരെ വിഴുങ്ങിക്കളയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ മക്കളായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് അവരെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചതുകൊണ്ട് അവർ നഷ്ടപ്പെട്ടില്ല, അവർ കൊല്ലപ്പെട്ടില്ല. പിന്നത്തേതിൽ അവർ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരും സംഗീത പ്രമാണികളുമായി മാറിയെന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും അവർ രക്ഷപ്പെട്ട ഒരു സാഹചര്യമാണ് കോരഹിൻ്റെ പുത്രന്മാർ. അവർ ആലയത്തിൻ്റെ ശുശ്രൂഷക്കാരായി പിൽക്കാലത്ത് അറിയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പിൽക്കാലത്ത് അവരുടെ ശിഷ്ടായുസ് മുഴുവൻ ആലയത്തിൻ്റെ കാവൽക്കാരായി, വാതിൽ കാവൽക്കാരായി, സംഗീതജ്ഞന്മാരായി, ഏറ്റവും നിപുണന്മാരായി തീർന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മൾ വായിക്കുന്നു. അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു കാര്യമുണ്ട്. അല്ല, പിതാക്കന്മാർ ചെയ്തു വെച്ചതിൻ്റെ ആ പാരമ്പര്യ ശക്തികൾ ഒരിക്കലും തലമുറകളിലേക്ക് കൈമാറാതെ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം കോരഹ് പുത്രന്മാരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിഞ്ഞു. പാരമ്പര്യ ശക്തികൾ അവരെ പിന്തുടർന്ന് പിടിക്കാതെ ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കുന്നത് കാണാൻ നമുക്കിടയായി തീർന്നിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: ദൈവത്തിനു വേണ്ടി ഞാനും നിങ്ങളും നിന്നാൽ തലമുറ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല. ദൈവത്തിനു വേണ്ടി ആരും നിൽക്കാൻ തയ്യാറാകുന്നു അവരുടെ തലമുറയെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. ദൈവം തലമുറയെ മറക്കത്തില്ല. ദൈവം തലമുറയെ ഓർക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ഈ സങ്കീർത്തന ഭാഗത്തിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരുടെ തലമുറയെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഈ ആരാധനാലയത്തിനകത്ത് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ തലമുറകൾ നന്മകൾ പ്രാപിക്കുന്നത്? ദൈവത്തിനു വേണ്ടി നിന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ദൈവത്തിനു വേണ്ടി നിന്ന പിതാക്കന്മാരുണ്ട്. ദൈവത്തിനു വേണ്ടി നിന്ന മാതാക്കളുണ്ട്. ദൈവത്തിനു വേണ്ടി നിന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരുടെ തലമുറയെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ഇവിടെ പറയുക, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഇന്ന് പകൽ ആലയത്തിൽ കടന്നു വരുന്നവർ, ആലയത്തിൻ്റെ മനോഹാരിത കാണുന്നവരുടെ ശരീരമൊക്കെ ഇന്ന് പകൽ ഒന്ന് ചലിക്കണം. ഒരു സ്തോത്രമൊക്കെ ഒന്ന് പറയണം. കരയാൻ പറ്റുമെങ്കിൽ ഒന്ന് കരയണം. ഇന്ന് പകൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാ, നമ്മൾ വിടുവിക്കപ്പെട്ടവരാ. ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞൊരു ചരിത്രമുണ്ട്. എന്നാൽ അതിനകത്തുനിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തെങ്കിൽ, നാശത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തെങ്കിൽ, പ്രയാസത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തെങ്കിൽ, കഷ്ടതയ്ക്കകത്തു നമ്മളെ വീണ്ടെടുത്തെങ്കിൽ, ഇന്ന് പകൽ മൗനമായി നിൽക്കരുത്. ആലയത്തിന്റെ മനോഹാരിത ദർശിക്കുമ്പോൾ, ആലയത്തിനകത്ത് കടന്നു വരുമ്പോൾ ഇന്ന് പകൽ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ചലിക്കട്ടെ. ആത്മാവിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യട്ടെ. അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. സൈന്യങ്ങളുടെ യഹോവ
യഹോവേ, തിരുനിവാസം എത്ര മനോഹരമാ! ദൈവം വസിക്കുന്ന ഇടം എത്ര മനോഹരമാ! ആലയത്തിന്റെ പ്രത്യേകതയല്ല പറയുന്നത്, പുറമേ കാണുന്ന ബിൽഡിങ്ങിന്റെ പ്രത്യേകതയല്ല പറയുന്നത്, പക്ഷെ ദൈവം വസിക്കുന്ന സ്ഥലം അതെത്ര മനോഹരമാ! ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവം വസിക്കുന്ന സ്ഥലത്ത് ഇന്ന് പകൽ എനിക്കൊന്ന് കടന്നു വരാൻ ദൈവം എന്നെ അനുവദിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ദിനങ്ങൾ വയനാട്ടിൽ ഉണ്ടായ സാഹചര്യം നമുക്കറിയാം. ഒറ്റ രാത്രി കൊണ്ട് ഒരു ദേശം മുഴുവൻ തുടച്ചു നീക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് പകൽ ആരോഗ്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ആ തിരുനിവാസത്തിന്റെ അടുത്തേക്ക് വന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും അവസരം തന്നെങ്കിൽ ആ ദൈവം എത്ര നല്ലവനായ ദൈവമാ! ഈ സഭായോഗത്തിന്റെ നടുവിൽ ഈ പ്രാരംഭ നിമിഷങ്ങളിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തതോർത്ത് കാരണം നമ്മൾ വിടുവിക്കപ്പെട്ടവരാ. നശിച്ചു പോകേണ്ട സ്ഥാനത്ത് നിന്ന് ദൈവം തെരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ ആലയത്തിനകത്ത് നമ്മളെ കൂട്ടിവരുത്തിയെങ്കിൽ, ദൈവത്തിന്റെ ആലയത്തിനകത്ത് നമ്മളെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ മനോഹാരിത കാണുമ്പോൾ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, ബിൽഡിങ്ങിന്റെ പ്രത്യേകതയല്ല, ദൈവം വസിക്കുന്ന സ്ഥലം, ദൈവ തേജസ് ഇറങ്ങുന്ന സ്ഥലം, ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം, അത് എനിക്കും നിങ്ങൾക്കും അത് ചിന്തിക്കാൻ കഴിയാത്തതാ ദൈവമക്കളെ. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. യഹോവയുടെ പ്രാകാരങ്ങൾ, ദൈവത്തിന്റെ വചനത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, എന്റെ ഉള്ളം ദൈവാലയത്തിനായി കൊതിക്കുകയാ. വാത്സല്യങ്ങളും വികാരങ്ങളും അനുഭൂതികളും എല്ലാം ഇരിക്കുന്ന ഒരു ഇടിപ്പടമാ നമ്മുടെ ഉള്ളം എന്ന് പറയുന്നത്. എന്നാൽ ആ ഉള്ളം എന്തിനു വേണ്ടിയാ കൊതിക്കുന്നേ? ദൈവാലയത്തിലേക്കൊന്ന് ഓടിക്കയറാൻ, ദൈവാലയത്തിലേക്കൊന്ന് ഓടിക്കയറി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്തത് പറയുന്നു, തിരുനിവാസത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി എന്റെ മനസ്സ് വാഞ്ചിക്കുകയാ. സങ്കീർത്തനക്കാരൻ പറയുക, തിരുനിവാസത്തിൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഇന്ന് പകൽ എനിക്കൊന്ന് അനുഭവിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എത്ര പേർക്ക് വാഞ്ചയുണ്ട്. തിരുനിവാസത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന സങ്കീർത്തനക്കാരൻ ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? എനിക്ക് ആ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം, എനിക്ക് ആ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം. ഞാൻ ആരാധനയ്ക്കകത്ത് ഓടിക്കയറിയത് ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിക്കണം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തിനു വേണ്ടി എന്റെ ഹൃദയം കേഴുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുക, ജീവനുള്ള ദൈവത്തിനു വേണ്ടി എന്റെ ഹൃദയം കേഴുക. അടുത്തത്, ജീവനുള്ള മറ്റെന്തിനേക്കാളും അധികം ഞാൻ ദൈവത്തിന് വേണ്ടി കൊതിക്കും. ഈ ലോകത്തിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും, എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതൊന്നുമല്ല എനിക്ക് വലുതെന്ന് ഞാൻ കാണുന്നത്. മറ്റെന്താണ് ഞാൻ കാണുന്നത്? മറ്റെന്തിനേക്കാളും അധികം ഞാൻ എൻ്റെ ദൈവത്തിനായി കൊതിക്കുകയാ. ഇന്ന് പകൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, എന്തെല്ലാം എനിക്കുണ്ടെങ്കിലും, ദൈവം എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിലും, ഇന്ന് പകൽ എൻ്റെ ദൈവത്തിനായി കൊതിക്കുന്ന ഒരു മനസ്സ്, ദൈവത്തിനായി കൊതിക്കുന്ന ഒരു മനസ്സ് ഇന്ന് പകൽ എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 19:25 താൻ ഇങ്ങനെ പറയുന്നു, എന്നെ വീണ്ടെടുത്തിരിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണവനെ കാണും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സകലതും ഉണ്ടായിരുന്നു. എന്നാൽ സകലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടും ഇയ്യോബ് പറയുക, എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും ഇതൊന്നുമല്ല എനിക്ക് വലുത്. മറ്റെന്തിനേക്കാളും അധികം ഞാൻ എൻ്റെ ദൈവത്തിനായി കൊതിക്കുകയാ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ ഹല്ലേലൂയ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബ് പറയുക, അവൻ
ഞാൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. ഈ പൊടിക്കകത്തു നിന്നും ദൈവത്തിന് എന്നെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് ഇയ്യോബ് പറഞ്ഞെങ്കിൽ എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ പറ്റും? ഞാൻ എൻ്റെ ദൈവത്തിനായി കൊതിക്കുകയാ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സകലതും തീർന്നു പോയാലും സകലതും നഷ്ടപ്പെട്ടാലും എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. 6-ാം വാക്യം, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർത്തു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീർന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. ഒന്ന് ചേർന്ന് പറയാമോ? അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോഴും കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. കണ്ണുനീർ താഴ്വരക്കകത്ത് നമ്മൾ എന്നും കിടക്കുകയല്ല, മറിച്ച് കണ്ണുനീർ താഴ്വര കടക്കുന്ന ഒരു ദിവസമുണ്ട്. കണ്ണുനീർ താഴ്വരക്കകത്ത് നമ്മൾ എന്നും ആണ്ടുപോകത്തില്ല കേട്ടോ. കണ്ണുനീരിനകത്ത് നമ്മൾ തീർന്നു പോകത്തില്ല കേട്ടോ. കണ്ണുനീർ താഴ്വര കടക്കുമെന്നാ പറഞ്ഞത്. കണ്ണുനീർ താഴ്വര കടക്കുന്നവർ മുൻമഴയാതാൽ അനുഗ്രഹപൂർണമാകുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ബലമൊന്ന് ഏറ്റെടുക്കാൻ കഴിയും? എത്ര പേർക്ക് ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിപ്പാൻ കഴിയും? നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ആ ബലം നമ്മുടെ ബലം പകരപ്പെടാൻ, ആ ശക്തി നമ്മുടെ ബലം പകരപ്പെടാൻ, ആ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിപ്പാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി ചേർന്ന് കരങ്ങളടിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ.